ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്നറിയോ? കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, പൊരിയുണ്ട. ഇത് നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന ടൈമിലെല്ലാം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ആശായി കഴിക്കാൻ. അപ്പം ഞാൻ റീൽസ് ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി നോക്കണം, എൻ്റെ അടുത്ത് പൊരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കണ്ട നല്ല ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് കാണിച്ചില്ല. പൊരിയുണ്ടൻ്റെ റെസിപ്പി ആട്ടെന്ന്. പൊരിയുണ്ട ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ഇതാ പൊരിയും അതുപോലെ തന്നെ ശർക്കരയും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ കപ്പളവിൽ പറഞ്ഞുതരാം. പൊരി എടുത്തിട്ടുള്ളത് 5 കപ്പ് പൊരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ശർക്കര 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഒരു ശർക്കരയിലെ മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത ശർക്കര വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കട്ടോ. കൂടി പോകേണ്ട വെള്ളം, 1/2 കപ്പിൽ കുറവായാലും കുഴപ്പമില്ല, പക്ഷെ കൂടി പോകണ്ട കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. പിന്നെ ശർക്കര മെൽറ്റാകാൻ വെക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അതൊരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പൊരിയില്ലേ എടുത്ത് വെച്ച അതൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവെക്കാതെ ഒന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പം ചെറിയ ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് ഞാൻ 2 വട്ടം ആക്കിയിട്ട് പൊരി വറുത്തെടുക്കുന്നുള്ളത്. നിങ്ങൾ വലിയ പാനൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ വറുത്തെടുത്താൽ മതി. നിങ്ങൾ തീൻ്റെ കാര്യം മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പോഴും ഞാൻ പൊരി വാങ്ങുമ്പോൾ വൈറ്റ് കളറാട്ടാ ഉണ്ടാവല്. ഇതെന്താ ഒരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ വാങ്ങുമ്പോൾ എന്നെ ഇങ്ങനെയാണ്. അപ്പോൾ അതാ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആവും. അതുവരെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ കേട്ടില്ല സൗണ്ട്? ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ 2ാമത്തെ വട്ടം ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ശർക്കര മെൽറ്റാകാൻ വെച്ചില്ല, അതിതാ മൊത്തത്തിൽ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും വേസ്റ്റ് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണ്, അതായത് ഏത് പോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പോട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു ശർക്കര പാനി മാറ്റേണ്ടത്. അരിച്ചിട്ടതാ ആ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോട്ടിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു പോട്ട് ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നേരിട്ട് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഇപ്പം അതാ ഞാൻ കുറച്ച് വെള്ളം ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് 2 തുള്ളി ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി. അപ്പം അതാ ഇതിൽ കലർന്ന് പോകുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പാകമായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം അതാ നല്ലോണം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുന്നില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതേപോലെ തന്നെ ഒന്ന് നോക്കാം. ഇപ്പോൾ ദാ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് വേറിട്ട് പോകുന്നില്ല. ആദ്യം നമ്മൾ കാണിച്ചില്ല, അതിങ്ങനെ വേറിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പാകമല്ല, ഇതാണ് കേട്ടോ കറക്റ്റ് പാകം. ഇത് കണ്ട കയ്യേറ്റ് ഇങ്ങനെ ഉരുട്ടുമ്പം വിട്ടു പോകുന്നില്ല, ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ശർക്കരപ്പാനിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതാ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു പൊരി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ശർക്കരപ്പാനിയിലെ ഏലക്ക പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഏലക്ക പൗഡർ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അത് ചേർത്തെടുക്കുമ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കുക ശർക്കരപ്പാനി. എന്നിട്ട് പൊരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ഇതുപോലെ മിക്സാക്കി കൊടുക്കട്ടോ. പെട്ടെന്ന് മിക്സാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടായി പോവും. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം തീ ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇനിയിപ്പോൾ തീയെല്ലാം ഓഫാക്കിയിട്ടാ. ഇനിയിപ്പോൾ അതാ ആ ഒരു കയ്യിൽ നല്ലോണം ഒട്ടി പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ വേഗം ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ നിന്ന് എടുക്കാത്തത്. ഇനിയിപ്പം ഇത് ഉണ്ടാക്കാൻ തുടങ്ങുക. ചെറിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കൈ ചെറുതായിട്ട് ചെറിയൊരു പൊള്ളലെല്ലാം ഉണ്ടാവും. അപ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ കുറേ കിച്ചണിലെല്ലാം നിന്നല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ കുറച്ച് ഒരു ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഇതാ കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ചെറിയ ഒരു ചൂടുള്ളൂ കേട്ടോ, നല്ലോണം ചൂടൊന്നുമില്ല. പിന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കിച്ചണിൽ നിന്നിട്ട് പരിചയമുള്ള കയ്യെല്ലാം നല്ലോണം ചൂടായിട്ടെല്ലാം പരിചയമുള്ളവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പൊരിയുണ്ട ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയിട്ടോ ഞാൻ കഴിച്ചിട്ട്. അങ്ങനെ ഇപ്പം കാണലൊന്നും ഇല്ലല്ലോ പീടികയിലൊന്നും. പണ്ടെല്ലാം കുറേ പീടികയിലെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിലെല്ലാം വാങ്ങിച്ചിട്ടും കഴിച്ചിട്ടും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. എന്നെപ്പോലെ തന്നെ ഇഷ്ടമുള്ളവർ കുറേ ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല, പണ്ടത്തെ മിഠായിയെല്ലാം മിസ്സാകുന്നവർ. അപ്പം ഇതുപോലെ പൊരിയും ശർക്കരയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, അവർക്കെല്ലാം ഇഷ്ടാവും ചെയ്യും കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം അതൊരു സമാധാനത്തിൽ കഴിക്കാമല്ലോ. പുറത്തുനിന്ന് കഴിക്കണക്കാട്ടി ഏറ്റവും നല്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതല്ലേ. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ട പെട്ടെന്ന് കട്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. അത് മാത്രം ചെറിയൊരു ടാസ്ക്, ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ഞാനൊന്ന് കഴിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.